2024 നടന്ന എല്ലാ LDC പരീക്ഷയിലും ചോദിച്ച ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിട്ടുള്ള നിവർത്തന പ്രക്ഷോഭമാണ്. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് സി ആണ്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിൻ്റെ 1599 അധ്യക്ഷൻ ആരാണ്? ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? സത്യശോധക് സമാജ്, ജ്യോതിറാവ് ഫുലെ, ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ 2 തെറ്റാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിൻ്റേതാണ്. അപ്പോൾ ഓപ്ഷൻ 3യും തെറ്റാണ്. ഹിതകാരണി സമാജം വീരേശലിംഗം. ശരിയായ ജോഡി ഏതെന്നാണ്? ഒന്നാമത്തേതും നാലാമത്തേതുമാണ് ശരി. എ ആണ് ആൻസർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. 1942 ക്രിപ്സ് മിഷൻ വരുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ വരുന്നത്. ഓഗസ്റ്റ് ഓഫറോ 1940 രണ്ടാം അട്ടമേശ സമ്മേളനം നടക്കുന്ന എന്നാണ്? 1931 കാലഘട്ടത്തിലാണ്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗെസ്റ്റപ്പോ എന്നാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. ബ്ലാക്ക് ഷർട്ട്സ് ആരുടെയാണ്? മുസോളിനിയുടേതാണ്. റെഡ് ആർമി സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ടതാണ്. റെഡ് ഷർട്ട്സ് ഗാരിബാൾഡിയുടേതാണ്. ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് ലൂയി 16 പറഞ്ഞതും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരി. അപ്പോൾ ഈ രണ്ടാമത്തേതോ? സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം എന്നുള്ളത് റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? മഹാരാജ കേരളവർമ്മയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ആദ്യത്തെ 3 ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടത്, 4ാമത് കേരളത്തിൽ നടന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നതോ 1917. സിവിൽ നിയമലംഘന പ്രസ്ഥാനവും 1930 ആരംഭിക്കുന്നത്. ചാന്നാർ ലഹള 1813, 59 കാലഘട്ടങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏവ? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഖിലാഫത്ത് പ്രസ്ഥാനം എന്നാണ് ആരംഭിക്കുന്നത്? 1919 ആരംഭിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചരണ ജാഥ പുറപ്പെട്ടു. ഇവിടെ ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് AKGയുടെ നേതൃത്വത്തിലാണ് കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. സദാ KM പണിക്കർ അധ്യക്ഷനായ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി.
1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു. ഇവിടെ ശരിയായതാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ സദാ KM പണിക്കരല്ല, ഫസൽ അലിയാണ് അധ്യക്ഷനായിട്ടാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കൻറ്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. ഇത് ശരിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. പക്ഷേ ഇത് തെറ്റാണ്. കാരണം ഇത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന കാര്യം. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസ്സാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ഇതും ശരിയാണ്. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽ അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസ്സാക്കി. ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എൻ്റെ സമരം. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേനയായിരുന്നു ബ്ലാക്ക് ഷർട്ടുകൾ. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേന ബ്രൗൺ ഷർട്ട്സ് ആണ്, ബ്ലാക്ക് ഷർട്ട്സ് അല്ല. ബ്ലാക്ക് ഷർട്ട്സ് മുസോളിനിയുടേതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഗാന്ധിജിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ 1 ആണ്. ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചമ്പാരൻ, ഖേഡ, അഹമ്മദാബാദ് എന്നിവ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ടി സുനന്ദാമ്മയാണ്. AV കുട്ടിമാളുവമ്മ, അക്കാമ ചെറിയൻ, ആനി മസ്ക്രീൻ എന്നിവർ കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. വന്ദേമാതരം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വന്ദേമാതരം ഉറുദു പത്രത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. വന്ദേമാതരം എന്ന പേരിൽ ഒരു മാസികയുമുണ്ട്, ഒരു ന്യൂസ് പേപ്പറുമുണ്ട്. വന്ദേമാതരം ഉറുദുവിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് ലാലാ ലജ്പത് റായിയും വന്ദേമാതരം എന്ന ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് ബിപിൻ ചന്ദ്രപാലും അരബിന്ദ് ഘോഷ് എഡിറ്ററുമായിട്ടായിരുന്നു. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇതാരുടെ വാക്കുകളാണ്? ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ്. സൺയാത് സെന്നിൻ്റെ തത്വങ്ങളേവ? സൺയാത് സെന്നിൻ്റെ തത്വങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 193 അംഗങ്ങളാണ് ഉള്ളത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? നാങ്കിങ് ഉടമ്പടിയാണ്. ഒന്നാം കറുപ്പ് യുദ്ധം എപ്പോൾ തൊട്ട് എപ്പോൾ വരെയായിരുന്നു? 1839 തൊട്ട് 1842 വരെയാണ് നടന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചൈന ക്വിങ് ഡൈനാസ്റ്റിയും കൂടാണ് നാങ്കിങ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748 അത് തെറ്റാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. അത് ശരിയാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു, അല്ല, പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അത് ശരിയാണ്. ഇവിടെ ശരിയായിട്ട് വരുന്നത് 2ഉം 4ഉം ആണ്. ബി ആണ് ആൻസർ വരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ആദ്യ വാല്യം 1678 അവസാന വാല്യം 1703 പബ്ലിഷ് ചെയ്തിരുന്നത്. മൊത്തം 12 വാല്യങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിന് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്.
1897 അമരാവതി സമ്മേളനം നടക്കുന്നത്. 13ാമത്തെ കോൺഗ്രസ് സെഷനായിരുന്നു അത്. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ഇത് ശരിയാണേ. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്, അല്ല രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി, അത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്താ? അഗ്നിച്ചിറകുകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു, അത് ശരിയാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏതൊക്കെയെന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അഗ്നിസാക്ഷി ആരുടെ ബുക്കാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ ബുക്കാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? മലയാളിയായിരുന്ന ശ്രീ VP മേനോനാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സഹായിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. റൂസോയുടെ പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ് കൺഫെഷൻസും എമിലിയും. റൂസോയുടെ ആത്മകഥയാണ് കൺഫെഷൻസ് എന്ന് പറയുന്നത്. വോൾട്ടേറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കാൻഡിഡേ. അതുപോലെ തന്നെ മോണ്ടസ്ക്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള VP മേനോനാണ്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വ സമാജം, അത് തെറ്റാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അത് ശരിയാണ്. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ്റേതാണ്, അപ്പോൾ ഇത് തെറ്റാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം 4ഉമാണ്. സി ആണ് ഉത്തരം വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ലായിരുന്നു. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇത് ശരിയാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. ഇത് ശരിയാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവരാഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇത് ശരിയാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? 1 മാത്രമാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഞാനാണ് രാഷ്ട്രം, ലൂയി 11. ഇത് ലൂയി 11 പറഞ്ഞേ? 14 പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻറ്റോയിനറ്റ്. ഇതും ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഇവിടെ നോക്കൂ, വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924-25 കാലഘട്ടത്തിലാണ്. ചാന്നാർ ലഹള 1813-59 കാലഘട്ടത്തിലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 1921 മലബാർ കലാപം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർഡറിൽ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 2, 4, 1, 3 എന്നിങ്ങനെയായിരിക്കും കാലഗണന ക്രമം വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 അത് തെറ്റാണ്. 1919 നടക്കുന്നത്. ഇത് ശരിയാ. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അത് ശരിയാണ്. 2ാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത്? 1949 ഇത് സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്, അല്ല ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനമെന്ന് പറയുന്നത്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശമാണ്. ചൈനയുടെ അല്ല, യുക്രൈൻ അംഗത്വം
നേടാൻ താല്പര്യം കാണിച്ചതായിരുന്നു യുദ്ധത്തിന് കാരണമായത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? റോബസ്പിയർ, ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തിസിസ്, VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടെയർ. വോൾട്ടെയറിൻ്റെ അല്ല, മോണ്ടസ്ക്യൂവിൻ്റെ ആണ് സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. ലോങ് മാർച്ച്, മാവോ സേതുങ്. അപ്പോൾ നമ്മളോട് തെറ്റായ ജോഡിയല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു, അത് ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഹുദായ് ഖിദ്മഗർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഇത് രൂപീകരിച്ചത് 1953 ശരിയാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇല്ല, ഷാ കമ്മീഷൻ JC ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ എമർജൻസിയിലെ എക്സസുകളെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനായിരുന്നു. ഇത് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നമുക്കൊരു സംശയം വരാം, ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണോ ആന്ധ്രാപ്രദേശ് ഉണ്ടായതെന്ന്. ആന്ധ്ര എന്ന സംസ്ഥാനം 1953 മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന് വേർപെട്ട് പോറ്റി ശ്രീരാമലുവിൻ്റെ മരണത്തെ തുടർന്ന് രൂപീകരിച്ചെങ്കിലും കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കിക്കൊണ്ട് 1956 നവംബർ 1 തെലങ്കാന കൂടെ ഉൾപ്പെടുത്തിയൊരു വിശാല ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇവിടെ രണ്ടും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. DK കാർവെയാണ് ഇത് സ്ഥാപിക്കുന്നത്. 1916 ഇന്ത്യയിലെ ആദ്യ സ്ത്രീ സർവകലാശാല സ്ഥാപിക്കുന്നത്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. CR ദാസ് പ്രസിഡൻറ്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായിട്ട് 1923 സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഇത് ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷനുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തതേത്? അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ല, മറിച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്.